പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 മേടമാസം 14-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള ശുഭാശുഭ ഫലങ്ങൾ. അതായത് 2026 ഏപ്രിൽ മാസം 27-ാം തീയതി മുതൽ മെയ് മാസം 3-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നാം ചർച്ച ചെയ്യുമ്പോൾ പൂരം നക്ഷത്രത്തിലാണ് 27-ാം തീയതി ചന്ദ്രൻ്റെ സ്ഥാനം ചിങ്ങൻ രാശിയിൽ. മേടൻ രാശിയിൽ സൂര്യൻ നിൽക്കുന്നു, ഇടവത്തിൽ ശുക്രൻ, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ ചന്ദ്രനോടുകൂടെ കേതു, കുംഭത്തിൽ രാഹു, മീനത്തിൽ ചൊവ്വ, ബുധൻ, ശനി. ഇവിടെ മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. ഈ വാരത്തിൽ പ്രത്യേകിച്ച് ശുക്രന് സ്വന്തം ക്ഷേത്രത്തിലേക്കുള്ള ചാരപശാലുള്ള മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. പിന്നീട് സൂര്യൻ ഇപ്പോഴും അത്യുച്ഛം വിട്ടു നിൽക്കുന്നു. പ്രതിതശ്ചതുരഃ അടനഃ അല്പവിത്തഃ ക്രിയേതു ആയുധഭൃത് വിതുംഗഭാവേ. മേടത്തിൽ ഉച്ച ക്ഷേത്രം മേടം 10 വരെയുള്ള സമയത്ത് സൂര്യൻ പ്രതിതഃ ചതുരഃ പ്രശസ്തനും സമർത്ഥനുമാകുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിനങ്ങളിൽ സൂര്യൻ്റെ ആ പ്രഭാവം അത്ര കണ്ട് ആചാര്യൻ വിശദീകരിച്ചിട്ടില്ല. വിതുംഗഭാവേ, ഉച്ചം ഭാവം കഴിഞ്ഞുള്ള സമയത്ത് മേടത്തിൽ നിൽക്കുന്ന സൂര്യൻ അടനഹ അല്പവിത്തഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. സഞ്ചരിക്കുക, അല്പവിത്തഹ, ധനപരമായ വിഷയത്തിൽ പൂർണ്ണത ലഭിക്കാത്തൊരവസ്ഥ, ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ബുധൻ നീചസ്ഥനാണ്. ഇന്നത്തെ ഈ രാശിപ്രകാരം ബുധൻ മീനത്തിൽ തന്നെ നിൽക്കുന്നു. ഏതായാലും ഓരോ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, ശ്രദ്ധിക്കുക. മകീര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് രാശിയിൽ വ്യാഴമാണ്, 3-ാം ഭാവത്തിൽ ചന്ദ്രൻ, കേതു, 9-ാം ഭാവത്തിൽ രാഹു, 10-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശനി, 11-ാം ഭാവത്തിൽ ആദിത്യൻ, 12-ൽ ശുക്രൻ. പലപ്പോഴും സന്താന സംബന്ധമായ ചില ക്ലേശങ്ങൾ വരും. മക്കൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് പലപ്പോഴും തനിക്ക് പ്രതികൂലമായി വന്നേക്കാം. ജന്മവ്യാഴമാണ്, മനസ്സും ശരീരവും തിളക്കും, കണ്ടകശനിയുമുണ്ട്. നിർബന്ധമായും ഇവിടെ സന്താന വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കുക. മക്കൾ പല വിഷയത്തിലേക്കും സ്നേഹം കൊണ്ട് ബുദ്ധിമുട്ട് വരും. മക്കളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ താൻ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം തിരിച്ചു ലഭിക്കണമെന്നില്ല. നിസ്സാര സംഭവങ്ങൾക്ക് മക്കളുമായി വഴക്കുണ്ടാകാം. മക്കൾ തന്നെ അനുസരിക്കാത്തൊരവസ്ഥ വരാം. അവരെടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ പഠനത്തിൽ പകുതിയാക്കി അവസാനം നാം എല്ലാം പ്രതീക്ഷിച്ച് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ സമയത്തായിരിക്കും മക്കൾക്ക് കോഴ്സ് പറ്റില്ല. അവരോടി വരും. ഒരു അച്ഛൻ എത്ര കാശ് മുടക്കി, അത്ര വിഷയം ലോൺ എടുത്താണ് അച്ഛൻ കാര്യങ്ങൾ നീക്കിയിരിക്കുക. ഇതൊന്നും മക്കൾ ചിന്തിക്കില്ല. ചില ഒളിച്ചോട്ടങ്ങൾ നടത്തും മക്കൾ. പക്വതയില്ലാതെ ആരുടെയും കൂടെ ഇറങ്ങിപ്പോയി അച്ഛൻ നമുക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കും. മിഥുനൻ രാശിക്കാർക്ക് ഈ ഒരു വാരം ശ്രദ്ധിക്കണം. പലപ്പോഴും തൻ്റെ പ്രഭാവം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തനിക്ക് നല്ല സമയമാണ്. വിധോ വിക്രമേണ ഏതി വിത്തം തപസ്സി. 3-ൽ ശനി നിൽക്കുമ്പോൾ വിക്രമത്തിലൂടെ കാര്യം നേടാം. പക്ഷേ ഇവിടെയൊക്കെ ശ്രദ്ധിക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട് വളരെ ശ്രദ്ധിക്കുക. ഇവിടെ ലാൻഡുമായി ബന്ധപ്പെടുന്നവർക്ക് നല്ലതാണ്. പൂർവികമായി സ്വത്ത് വിൽക്കാം. ബ്രോക്കേഴ്സിന് നല്ലതാണ്. ഇങ്ങനെ ധാരാളം ഗുണങ്ങളുണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ശാരീരികമായിട്ടും ശ്രദ്ധിക്കുക. വാഹനാപകടങ്ങൾ വരാതെ നോക്കുക. ഉയരമുള്ള സ്ഥലത്തുനിന്നും പെട്ടെന്ന് വീഴേണ്ട യോഗം കൂടുതലാണ്. ഊർധ്വമുഖ രാശിയാണ്. 10-ാം ഭാവത്തിൽ ശനിയും ചൊവ്വയുമാണ്. മുടന്തി നടക്കേണ്ടുന്ന അവസ്ഥ വരും. അതിനാൽ വീഴുക, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. ഇലക്ട്രിക് കമ്പികളുമായി ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഷോക്ക് അടിക്കാൻ സാധ്യത വളരെ കൂടിയ വാരമാണെന്നറിയുക. ഇവിടെ നിർബന്ധമായും പ്രശ്നപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ചെയ്യുന്ന വഴിപാടുകൾ വളരെയധികം ഗുണം വരും. വിളക്കുമാല, പായസം ദേവിക്ക് വഴിപാടായി സമർപ്പിക്കുക.